വചനമൊഴി മാർച്ച് 27. വചനഭാഗം റോമ 5:12-17, യോഹന്നാൻ 11:32-44. ഈശോയിൽ സ്നേഹമുള്ളവരെ, നോമ്പുകാലത്തെ 6-ാം വെള്ളിയാഴ്ചയായ ഇന്ന് തിരുവചന ഭാഗങ്ങൾ നമ്മോട് പങ്കുവയ്ക്കുന്നത് പാപം, മരണം, ജീവൻ, പ്രത്യാശ എന്നീ കാര്യങ്ങളെക്കുറിച്ചാണ്. മനുഷ്യന്റെ വീഴ്ചയും മിശിഹായിലൂടെ ലഭിക്കുന്ന പുതുജീവനും തമ്മിലുള്ള വലിയ വ്യത്യാസം നമ്മെ കാണിക്കുന്നു. ആദാമിൻ്റെ അനുസരണക്കേടിലൂടെ പാപവും മരണവും മനുഷ്യരിലേക്ക് വന്നു. മനുഷ്യചരിത്രം ഈ വീഴ്ചയുടെ ഫലങ്ങൾ അനുഭവിക്കുന്നു. എന്നാൽ പൗലോസ്ലീഹ പറയുന്നു, ഒരു മനുഷ്യനിലൂടെ പാപവും മരണവും വന്നുവെങ്കിൽ ഈശോ മിശിഹായിലൂടെ വീണ്ടെടുപ്പ് യാഥാർത്ഥ്യമായി. കൃപയും നീതിയും ഈശോ മിശിഹായിലൂടെ ധാരാളമായി ലഭിക്കുന്നു. യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിൽ നാം ശ്രവിക്കുന്നത് ലാസറിന് പുനർജീവൻ നൽകുന്നതിനെ കുറിച്ചുള്ള വിവരണമാണ്. ജീവന്റെ മേലും മരണത്തിന്റെ മേലും അധികാരമുള്ളവനായ മിശിഹ ലാസറിന് പുനർജീവൻ നൽകി ജീവിതത്തിലേക്ക് കൊണ്ടുവരികയാണ്. ഇന്നത്തെ തിരുവചന ഭാഗങ്ങളിൽ നാം കാണുന്നത് പാപം മരണത്തിലേക്ക് നയിക്കുന്നു, മിശിഹ ജീവൻ നൽകുന്നു. ഈശോ മിശിഹായിൽ മനുഷ്യന് പുതിയൊരു ജീവിതം ലഭിക്കുന്നു. പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചനവും മരണത്തിൻ്റെ ഭയത്തിൽ നിന്ന് രക്ഷയും. ഇതാണ് മിശിഹായിലൂടെയുള്ള വരദാനം. ഈ നോമ്പ് കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതത്തിൽ പാപത്തിൻ്റെ ബന്ധനങ്ങൾ എന്തെല്ലാമാണ് എന്നും മിശിഹായുടെ വിളി കേട്ട് പുതുജീവിതത്തിലേക്ക് വരാൻ നാം തയ്യാറാണോ എന്നും മരണഭയത്തിന് പകരം ജീവന്റെ പ്രത്യാശയിൽ ജീവിക്കുവാൻ പരിശ്രമിക്കുന്നുണ്ടോ എന്നും നമുക്ക് ആത്മശോധന ചെയ്യാം. പാപത്തിൽ നിന്ന് കൃപയിലേക്കും മരണത്തിൽ നിന്ന് ജീവിതത്തിലേക്കും വളരുവാൻ നമുക്ക് പരിശ്രമിക്കാം. അതിനായി ദൈവകൃപ പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.